പുത്രി വാത്സല്യത്താൽ ഒരച്ഛനും പിതൃവാത്സല്യത്താൽ ഒരു മകളും ചേർന്ന് ഒരു നാട് കൊള്ളയടിക്കുന്നതിന്റെ എത്രയോ വലിയ കഥകളാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ അച്ഛനും മകൾക്കും ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിവസമാകുന്നു. ആരാണ് ആ അച്ഛനും മകളും എന്നല്ലേ? കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും തന്നെ. ഏറെ വിവാദമായ CMRL എക്സാലോജിക് ഇടപാടിലെ SFIO അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. CMRL നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്നും വിശദമായ വാദം കേൾക്കാനാണ് ഒരുങ്ങുന്നത്. ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ് ഹർജിയിൽ വാദം കേൾക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടിലെ SFIO അന്വേഷണം ചട്ടവിരുദ്ധമാണ് എന്നാണ് CMRLന്റെ വാദം. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിലെ അന്വേഷണം നിയമവിരുദ്ധമാണ്. രഹസ്യമായി നടക്കുന്ന സെറ്റിൽമെന്റ് പരസ്യമാക്കാൻ പാടില്ലെന്നാണ് CMRLന്റെ വാദം. ഇക്കാര്യത്തിലാകും നടപടികൾ മുന്നോട്ട് പോവുക. ഷോൺ ജോർജിന്റെ പരാതിയിലാണ് കമ്പനി രജിസ്ട്രാർ അന്വേഷണം നടത്തുന്നത്. സെറ്റിൽമെന്റ് കമ്മീഷൻ ചട്ടപ്രകാരം നടപടികളെ രഹസ്യ സ്വഭാവത്തിലാക്കിയിരിക്കണം. രഹസ്യരേഖകൾ പരാതിക്കാരനായ ഷോൺ ജോർജിന് എങ്ങനെ കിട്ടിയെന്നുമാണ് CMRL ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ. കേസുമായി ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയാണ് ഷോൺ ജോർജ് എന്നുമാണ് CMRLന്റെ വാദം. നേരത്തെ കേസിലെ അന്വേഷണം പൂർത്തിയാക്കിയെന്നും 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകുമെന്നുമാണ് SFIO നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അനുമതിക്ക് വിധേയമായി പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കും. അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ പ്രോസിക്യൂഷൻ ആവശ്യമാണോ എന്നതിൽ തീരുമാനമെടുക്കാനാവുമെന്നുമാണ് SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. CMRL എക്സാലോജിക് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മൊഴി SFIO നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. മാസപ്പടി കേസിൽ SFIO അന്വേഷണം ചട്ടവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിലെ അന്വേഷണം നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് മാസപ്പടിയായി CMRL പണം നൽകി എന്നതാണ് ആരോപണം. CMRLന് വഴിവിട്ട സഹായം നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നും മാത്യു കുഴൽനാടനും ഷോൺ ജോർജും ആരോപിച്ചിരുന്നു. പിന്നാലെ വിഷയം വിവാദത്തിന് വഴിവെക്കുകയും ചെയ്തു. പണമിടപാട് അന്വേഷിക്കാൻ ജനുവരി 31-നാണ് SFIO അന്വേഷണ സംഘം രൂപീകരിച്ചത്. പണമിടപാടിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു SFIOയും അന്വേഷണം ആരംഭിച്ചത്. എക്സാലോജിക് CMRL ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി ROC കണ്ടെത്തിയിരുന്നു. ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് CMRL വൻ തുക കൈമാറി എന്നതായിരുന്നു കണ്ടെത്തൽ. തുടർന്നാണ് അന്വേഷണം SFIOയ്ക്ക് കൈമാറിയത്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു നിർദ്ദേശം. മാസപ്പടി കേസിൽ CMRLനെതിരെ അന്വേഷണം തുടരാമെന്ന് ഡൽഹി ഹൈക്കോടതി നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു. SFIOയ്ക്കാണ് കോടതി അനുമതി നൽകിയത്. അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് കടക്കരുത് എന്നും കോടതി നിർദ്ദേശമുണ്ട്. CMRLന്റെ 3 ഡയറക്ടർമാർ ഉൾപ്പെടെ 8 പേർക്ക് SFIO നൽകിയ സമൻ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞത്.